എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തനായ ഒരു കർഷകനെയാണ്. കാരണം അദ്ദേഹത്തിന്റെ കൃഷി രീതിയിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ ഒരു തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തൊരു വരിക്ക റംബൂട്ടാനുണ്ട്. ഇതിന്റെ നിറവും മണവും രുചിയും കൊണ്ട് വളരെ പ്രശസ്തമായിരിക്കുകയാണ് ഈ നാട്ടിൽ മുഴുവൻ. എന്നെ തന്നെ ഗൾഫിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ഈ റംബൂട്ടാന്റെ വിശേഷം ഞാൻ അറിയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം ഒരു സമ്മിശ്ര കർഷകനും കൂടിയാണ്. പല വിധത്തിലുള്ള കാർഷിക വിളകൾ അദ്ദേഹത്തിനുണ്ട്. അതിന്റെ എല്ലാം വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുകുമാരൻ, മാവേലിക്കര തളത്തിലാണ് ഞാൻ താമസം. ചെറിയൊരു കർഷകനാണ്. ഇത് നല്ലതുപോലെ കായ്ച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ട് റോഡ് സൈഡിലല്ലയോ, അതുകൊണ്ട് ആൾക്കാരെല്ലാം വന്ന് ഇത് ചോദിക്കും, ഇത് നാടനാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പിന്നെ അവരെ വിശ്വസിപ്പിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പഴുക്കുന്ന സമയത്ത് അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഞാനത് കഴിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവര് ഇത് വിശ്വസിച്ചത്. പിന്നെ ഇതിന്റെ തൈകൾ ആൾക്കാർ വരുന്നുണ്ടെ ഞാൻ കൊടുത്തു വിടാറുണ്ട്. ബഡിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ബഡിന് ആരും വന്നിട്ടുമില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. ആരെങ്കിലും ആവശ്യപ്പെട്ടാലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഇത് കൂടാതെ ഇനി ബഡ് തൈ ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്നൊരു തൈ കിട്ടിയതാണ്. അതിന് രണ്ടാമത്തെ വർഷം അത് കായ്ക്കാൻ തുടങ്ങി. അതിന്റെ നിറയെ കായ്നിപ്പുണ്ട്. അത് ഞാൻ ഇതിനോട് കൂടി കാണിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ലതുപോലെ കൊലച്ച് ഒരു ഇതിൽ തന്നെ ഒരു 10-40 എണ്ണം വീതമുണ്ട് ഒരു ഓലയിൽ തന്നെ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ കേടുപോലെ ആവുന്നുണ്ട്. പക്ഷെ ഒത്തിരി രോഗമായിട്ടൊന്നും ഇത് എനിക്ക് കാണുന്നില്ല. രോഗമല്ല, ഇടയ്ക്ക് ഒത്തിരി ഇടതിങ്ങി നിൽക്കുന്നത് കൊണ്ട് 1-2 എണ്ണം കേടായിട്ട് തോന്നുവാണ്. പക്ഷെ അത് വരികയാന്നുള്ളത് കാണാൻ വേണ്ടി ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചാൽ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെടുക്കാനും നല്ല പാടില്ല. അത് സമയത്ത് ഇത് ശരിയായിട്ട് അങ്ങ് ഇളകി വരും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കണ്ടോ, ഇതാണ് വരിക്കയുടെ ലക്ഷണം. കണ്ടോ, ഇത് മൊത്തം ഇളകി ഇനി വരും. അത് മൊത്തം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന്റെ കുരു വരെ തിന്നാം, നമ്മൾ ബദാം തിന്നുന്ന പോലെ. ഇത് ഞാനൊരു 7 വർഷത്തിന് മുമ്പ് വെച്ചതാണ്. ഇതിനകത്ത് ഇത് വരിക്കയായിട്ടാണ് എനിക്ക് കിട്ടിയത്. നല്ല ഫലം തരുന്നുണ്ട്. ഏതാണ്ട് ഒരു വർഷം ഒരു 300 കിലോയിൽ കൂടുതൽ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ ബന്ധുക്കൾക്കെല്ലാം കൊടുക്കും, കുറച്ച് വിൽക്കാനും ഉണ്ട്. നല്ല പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും അടന്നു വരുന്നതുമാണ്. വരിക്കയാണെന്ന് ഞങ്ങൾക്ക് ഇത് വെച്ചതിന് ശേഷമാണ് മനസ്സിലായത് വരിക്കയും കൂഴിയും ഉണ്ടെന്നൊക്കെ ഉള്ളത്. കിട്ടാൻ തുടങ്ങിയതിന് ശേഷം എല്ലാമാണ്. നല്ല പഴമായതുകൊണ്ട് ഒരു പ്രാവശ്യം മേടിക്കുന്നവർ വീണ്ടും ഇത് ഇടയ്ക്ക് വന്ന് മേടിക്കുന്നുണ്ട്. ഇതിന്റെ കൂടുതലായിട്ട് കൊടുക്കുന്നത് വിപണിയിലാണ്. വിപണിയിൽ നിന്ന് 10 കിലോ 15 കിലോ വീതം അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ആ മേടിക്കുന്ന കടക്കാരെ തന്നെ ആവശ്യപ്പെട്ട് മിക്കവാറും 1-2 കടക്കാരാണ് ഇത് മൊത്തം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഈ റംബൂട്ടാൻ ഇത്ര 3 വർഷത്തിൽ തന്നെ നാടനാണ്, 3 വർഷത്തിൽ തന്നെ കഴിച്ചു എന്ന് പറയുന്നു. ചേട്ടാ, നട്ട സമയത്ത് ഇതിന് എന്തെല്ലാം വളം ചെയ്തിട്ടാണ് നട്ടത്? ഇത് നട്ട സമയത്ത് ഞാൻ കുറച്ച് എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും വിതറി കൊടുത്ത്, ഇടയ്ക്ക് ഒരു 3 മാസം കൂടുമ്പം ഈ കുമ്മായപ്പൊടിയും കൊടുത്ത്, അങ്ങനെ ഒരു 1.5-2 കൊല്ലം ഞാൻ അതിന് വളം കൊടുത്ത്. നല്ല പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും അടന്നു വരുന്നതുമാണ്. വരിക്കയാണെന്ന് ഞങ്ങൾക്ക് ഇത് വെച്ചതിന് ശേഷമാണ് മനസ്സിലായത് വരിക്കയും കൂഴിയും ഉണ്ടെന്നൊക്കെ ഉള്ളത്. കിട്ടാൻ തുടങ്ങിയതിന് ശേഷം എല്ലാമാണ്. നല്ല പഴമായതുകൊണ്ട് ഒരു പ്രാവശ്യം മേടിക്കുന്നവർ വീണ്ടും ഇത് ഇടയ്ക്ക് വന്ന് മേടിക്കുന്നുണ്ട്. ഇതിന് യാതൊരു കേടും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഞാനിത് 2 പ്രാവശ്യം ഇതിന് വെള്ളം ഒഴിക്കും. വെള്ളമാണ് ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായത്. വളമൊന്നും ചെയ്യാറില്ല. രാവിലെ വൈകിട്ട് ഈ മുറ്റത്ത് ഈ പുല്ല് വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് ഇതിനു വേണ്ടി 2 നേരം വെള്ളം ഒഴിക്കണം. അതുകൊണ്ട് ആ വെള്ളം ഇതിനും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും കിട്ടുകയെന്നാണ് എനിക്കിത് മനസ്സിലാകുന്നത്. കാരണം വെള്ളം കുറഞ്ഞ വേറെ ഒരു മരം വെച്ചിട്ടുണ്ട്. ഇതുപോലെ തഴച്ച് വളരുവോ, അതുപോലെ ഒരുപാട് കായ ഉണ്ടാവുമോ, അതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടത്തില്ലെങ്കിലും പക്ഷെ ഇതുപോലുള്ള കായ്കൾ കൂടുതലൊന്നും അതിൽ കിട്ടുന്നില്ല. ഇതാണ് ഏറ്റവും നല്ലത്. ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. എൻ്റെ ബഡ് തൈ അത് തെക്കേക്കര കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അത് 2-ാം വർഷം കായ്ക്കാൻ തുടങ്ങി. ഇതിപ്പം 2 വർഷം കൊണ്ട് കായ്ച്ചതിൻ്റെ ആദായം കിട്ടി. ഇത് 3 വർഷമായത്. 2 വർഷം ആദായവും കിട്ടി. പിന്നെ ആദ്യത്തെ വർഷം തന്നെ അത് കായ്ക്കുകയും ചെയ്തു. ഇതൊരു നാടൻ പ്ലാവാണ്. ഇത് 3-ാമത്തെ വർഷമാണ്. 3-3.5 കൊല്ലം ആയതേ ഉള്ളൂ ഇപ്പൊ ഇത് കായ്ച്ച്.
ചേട്ടൻ അതൊരു പരീക്ഷിച്ചിരിക്കുകയാണ് ഈ പ്ലാവ്. പരീക്ഷ ഈ ഒരു പ്ലാവ് ഞാൻ പരീക്ഷിച്ചിരിക്കുകയാണ്. ഇത് തെളിഞ്ഞ് നമുക്കത് ഇതായിട്ട് കിട്ടുവാണെന്ന് വരി എല്ലാവരെയും അറിയിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ഈ വരിക്ക ചക്കയുടെ എടുത്താലും കൂഴച്ചക്ക എടുത്താലും വരിക്കക്കുരു വരിക്കക്കുരു കൂഴക്കുരു കൊണ്ട് ഇടയ്ക്ക് കൂടെ പുലർന്നു വരുന്ന അന്നേരിയിൽ വരിക്കയാകുമെന്നാണ്, സൈഡിൽ കൂടെ പുലർന്നു വരുന്നത് കൂഴയാണെന്നാണ്. അത് കൂഴയ്ക്കകത്തും വരിക്കകത്തും ഇത് 2 കുരു ഉണ്ടെന്നാണ് ഓരോരുത്തർ പറയുന്നത്. 1 മാസം 1.5 മാസത്തിനകം ഇത് ഞങ്ങൾ ചക്കയിടും. അന്നേരം വരിക്കയാന്നോ കൂഴയാന്നോ പഴിപ്പിച്ചിട്ട് അറിയാം. അപ്പൊ അന്നേരം വരിക്ക കൂഴയാണെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടൻ അതിന് മറുപടി പറഞ്ഞു കൊടുക്കാം. അന്നേ അറിയാൻ പറ്റത്തുള്ളൂ. അന്നേരം പറഞ്ഞു കൊടുക്കാം ഇത് വരിക്കയാന്നോ കൂഴയാന്നുള്ളത്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുക്കാം. കദളി വാഴ കൃഷിയുണ്ട് എനിക്ക്. ഒരു 10-80 വാഴയോളം ഇവിടെ ഉണ്ട്. ഇത് നല്ല ആദായമുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്ധവിശ്വാസമുണ്ട്, ഇത് അടുക്കള വാതിക്കലോ ഒന്നും നടരുതെന്ന്. പക്ഷെ ഇത് എവിടെ വേണമെങ്കിലും നടാം, എന്ത് വളം വേണമെങ്കിലും ഇതിന് കൊടുക്കാം. ജൈവമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ രാസവളം ചെയ്യുന്നവരുണ്ട്. രാസവളം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ കൊലയുണ്ടാവും. അത് കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മാസമൊന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ രാസവളം ഒന്നും ചെയ്യാറില്ല, ജൈവവളം മാത്രമാണ്. ഒരെണ്ണം 7 കിലോയുടെ മേളോട്ട് 14 കിലോ വരെയുള്ള കൊല എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ ചീമ പ്ലാവാണല്ലയോ? ഇത് എന്തെല്ലാം കറിക്ക് ഉപയോഗിക്കുന്നുണ്ട്? പിന്നെ അല്ലാതെ നമ്മള് സാമ്പാറൊക്കെ വെക്കത്തില്ല, എല്ലാ കറിക്കും അത് ഉപയോഗിക്കാം. ഇതിൽ നിറയെ ഉണ്ടല്ലേ? ഇത് എത്ര വർഷമായ പ്ലാവാണ്? എടുത്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. 3 ദിവസം കൂടുമ്പോ എടുക്കാം അല്ലയോ? നല്ല ഇനം അല്ലയോ? ഇത് 3 ദിവസം ആകുമ്പോ ഇത്രയും വലിയ ഇതാവും. ഇതിന് നല്ല വെയിറ്റ് മുഴുപ്പും ഉള്ള കായാണ് ഇതിൽ ഉണ്ടാവുന്നത്. 2 ദിവസം കൂടുമ്പം 2 കിലോ വീതം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ആദായം കിട്ടുന്നത്. പ്രത്യേകിച്ച് ഒരു കൃഷി പിന്നെ വളവും വേണ്ട, വെള്ളം മാത്രം, വെള്ളവും ചാരവും ഇട്ട് കൊടുക്കത്തതേ. ഏത്തവാഴയാണ് ഓണവിപണിയിൽ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഒരു 10-30 ഏത്തവാഴയേ ഉള്ളൂ. പക്ഷെ ഒരെണ്ണം ഇപ്പൊ കായ്ച്ചു. അത് ഓണത്തിനേക്ക് അതിന് മുമ്പ് അത് കൊലയാവും. അതൊരു 10-30 വാഴയുള്ളൂ. അത് വെച്ച് ഇതിന് എന്തോ രോഗങ്ങൾ വരും? ഇതിന്റെ വളം ഇതിന് രോഗങ്ങളൊന്നും സാധാരണ ഇതുവരെ നമ്മുടെ അയ്യത്ത് ഒരു വർഷം വെക്കുന്നിടത്ത് ആ വർഷമേ പിന്നെ പിറ്റേ വർഷം അവിടെ വെക്കത്തില്ല. അതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് രോഗങ്ങൾ ഇതിന് എനിക്ക് അങ്ങനെ ഇതായിട്ടില്ല. 1-2 ഇടയ്ക്ക് വളമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസം കൂടുമ്പോഴും ചാണകപ്പൊടിയും പിന്നെ രാസവളം എന്ന് പറഞ്ഞാൽ അമോപ്പോസ്, പൊട്ടാഷ്, യൂറിയ അത് 100 ഗ്രാം വീതം ഓരോ മാസത്തിലും ഓരോന്നിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. പച്ചിലവളം ഉണ്ടെങ്കിൽ അതും കൊടുക്കും. അത്രേ ഉള്ളൂ അല്ലേ? 4 വളവേ കൊടുക്കത്തുള്ളൂ. ഇതിന്റെ പടവലം തോട്ടമാണ്. ഇത് നാടനാണ്. അതും ഇതിന്റെ തൈ അരി ഞാനിട്ട് കിളിപ്പിച്ചതല്ല, അത് അടുത്ത പ്രാവശ്യം ഇടത്തുള്ളൂ. ഇത് കൃഷിഭവനിൽ നിന്ന് തൈയായിട്ട് മേടിക്കുന്ന ഫാമിൽ നിന്ന് മേടിച്ചതാണ്. കുഴപ്പമില്ല, എന്നാലും നല്ല ആദായം കിട്ടുന്നുണ്ട്. ഏതാണ്ട് ഒരു പ്രാവശ്യം ഒരു 20 കിലോ വരെ ഇതിൻ്റെ കിലോ എടുക്കുന്നുണ്ട്. ഒരു 3 പ്രാവശ്യം എടുത്ത് ഇനി 4ാമത്തെ പ്രാവശ്യം ഇപ്പോഴും ഒരു 15-20 കിലോ എടുക്കാനുണ്ട്. ഒരു പേരയാണ്, ചുവന്ന ഇനമാണ്. പച്ചിരിക്കുന്നെങ്കിലും പഴുക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ചുവപ്പാണ്. ഈ വലിയത് ചെറുതായിരിക്കുമ്പോൾ ഞങ്ങൾ വാങ്ങിയതാണ്, അതിൻ്റെ വേരേന്ന് കിളിച്ചതാണ് ഇത് നിറച്ച് കായുണ്ട്. ഒരു പീനട്ട് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടിയുടെ ടേസ്റ്റാണ്. ഇത് റെഡ് ലേഡി ഇനമാണ്. ഇതൊരു 4.5 മാസം ആയതേ ഉള്ളൂ. ഒരു 2.5 മാസം ആയപ്പോഴത്തേക്ക് അത് പൂക്കാൻ തുടങ്ങി. ഇത് കായ് ഇതുവരെ എടുത്തില്ല. ആദ്യത്തേത് ഇച്ചിരി വലുപ്പമായി, പഴുക്കാറായി കാണും. പഴുത്തിട്ട് എടുക്കുന്നുള്ളെന്ന് വെച്ചിട്ടോ. ഇത് VFCKന്ന് തന്നതാണ്. ഇത് ബഡ് മാവ് മേടിച്ച് വെച്ചതാ. പക്ഷെ മാങ്ങ ചെറുതാണ്. കാലാപ്പാടിയാണെന്ന് തോന്നുന്നു ഇല കണ്ടിട്ട്. കാലാപ്പാടി ആയിരിക്കും. പക്ഷെ മാങ്ങ ചെറുതാണെന്ന് വരില്ല, നല്ല ടേസ്റ്റാണ്. എത്ര വർഷമായതാ? ഇത് 4 വർഷമായതാ. പക്ഷെ 2 വർഷം കൊണ്ട് കായ്ക്കുന്നു. വിളവെല്ലാം എടുത്തു കഴിഞ്ഞില്ലയോ? വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം ഇവിടെ നിന്നതാണ്. 2 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്. പക്ഷെ ഇത് മൊത്തം മാങ്ങ പിടിച്ച് കിട്ടുന്നില്ല. ഒരു 2-3 കമ്പേല ഒരു 10, 30, 40, 50 മാങ്ങായി കൂടുതൽ ഇതുവരെ ഇതിലായില്ല. ഇനി അടുത്ത വർഷം കിട്ടുമായിരിക്കും. എൻ്റെ ഓറഞ്ച് ബഡ് തൈ വാങ്ങിച്ചു നട്ടതാ. എന്നും ഇതില നിറയെ കായ ഉണ്ടാവും. ഇപ്പോഴും പറിച്ചെടുത്തതിൻ്റെ ബാക്കി അതുകൊണ്ട് ഇതെല്ലാം കായാണ്. ചെറുതാവുന്നേ ഉള്ളൂ. വലുതെല്ലാം ഞങ്ങൾ പറിച്ചെടുത്ത് ഇഷ്ടംപോലെ നിറച്ച് കായ ഉണ്ടാവും. ഇത് ആരുടെ അടുത്ത് നിന്ന്, ഏത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാന്നൊന്നും അറിയത്തില്ല. എവിടുന്നോ വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ടതാണ്.
നല്ല മധുരമാണോ? നല്ല മധുരം, വലിയ മധുരമില്ല, ആ. നോർമൽ. നോർമൽ. ആ. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയ അറിവെങ്കിലും ഈ വീഡിയോയിലൂടെ നൽകാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. രാജേന്ദ്രൻ വ്ലോഗ്സ്, വള്ളികുന്നം.